Once again, all of you, welcome back to my YouTube channel. My name is Sadra. So, in our previous class, we discussed the chemical properties of that metals. I think there is need of some discussion related to the physical properties of metals also. Okay. So, the first portion of your chapter discussing physical properties. Secondly, we are just moving to the portion chemical properties. I think the need of physical properties is important because we just directly going to the portion, amphoteric oxides. Before that, I think it's good we just discuss the physical properties. Okay. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഡയറക്റ്റ് അങ്ങ് കെമിക്കൽ പ്രോപ്പർട്ടീസിലേക്ക് പോകുന്നതിനേക്കാൾ കുറച്ച് നല്ലത് ആ ഫിസിക്കൽ പ്രോപ്പർട്ടീസും കൂടെ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും എന്ന് എനിക്ക് തോന്നിയത് കൊണ്ടാണ് ഇന്ന് എന്തിനെ പറ്റി പറയാമെന്ന് കരുതുന്നത്. ഫിസിക്കൽ പ്രോപ്പർട്ടീസിനെ പറ്റി ഡിസ്കസ് ചെയ്യാമെന്ന് ഞാൻ കരുതുന്നത്. സോ ചാപ്റ്റർ നെയിം ഐ തിങ്ക് ഓൾ ഓഫ് യു നോ മെറ്റൽസ് ആൻഡ് നോൺ മെറ്റൽസ്. സോ മെറ്റൽസിന്റെ ഫിസിക്കൽ പ്രോപ്പർട്ടീസ് നമുക്ക് ആദ്യം എന്ത് ചെയ്യാം പറഞ്ഞ് തുടങ്ങാം. സോ മെറ്റൽസ് ജനറലി ദേ ആർ ഹാർഡ്. ഓക്കെ. ഓൾ മെറ്റൽസ് ആർ ഹാർഡ് എന്നല്ല പറയുന്നത്, പോയിന്റ്സ് ക്ലിയർ ആയിട്ട് കേട്ട് തന്നെ പഠിക്കാം. മെറ്റൽസ് ആർ ജനറലി ഹാർഡ്. മെറ്റൽസ് ജനറലി എന്താണെന്ന് പറയുന്നത് ഹാർഡ്. അപ്പൊ എന്തോ ഒരു കാരണമുണ്ട് അതിന് പിന്നിൽ. ജനറലി ഹാർഡ് എന്ന് പറയും, ചില സോഫ്റ്റ് മെറ്റൽസ് ഉണ്ടായിരിക്കാം. So first property, metals are generally hard. Second one, metals can be beaten into thin sheets. Metals can be beaten into thin sheets. That property is known as malleability. Metals ne namakku adichu paratti endaki maatam thin sheets aayittu katti korna sheets aaki maatan sadhikkum. That property of metals is known as malleability. So first one, metals are generally hard. Second one, metals are malleable, means metals can be beaten into thin sheets. Most malleable metals അറിയപ്പെടുന്നത് ഗോൾഡ് ആൻഡ് സിൽവർ ആണ്. എന്തെന്ന് പറയുന്നത് മോസ്റ്റ് മാല്യബിൾ മെറ്റൽ എന്ന് അറിയപ്പെടുന്നത്. ദെൻ അവർ തേർഡ് പ്രോപ്പർട്ടി എന്ന് പറയുന്നത് മെറ്റൽസ് ക്യാൻ ബി ബീറ്റൺ ഇൻറ്റു മെറ്റൽസ് ക്യാൻ ബി ഡ്രോൺ ഇൻറ്റു വയേഴ്സ്. മെറ്റൽസിനെ നമുക്ക് ഡ്രോൺ ചെയ്ത് വലിച്ച് നീട്ടിയൊക്കെ എന്താക്കാം വയേഴ്സ് ആക്കി മാറ്റാം. ദാറ്റ് പ്രോപ്പർട്ടി ഈസ് നോൺ ആസ് ഡക്റ്റിലിറ്റി. മെറ്റൽസിനെ ഡ്രോൺ ചെയ്ത് വയേഴ്സ് ആക്കി മാറ്റുന്ന പ്രോപ്പർട്ടിയെ പറയുന്ന പേരാണ് ഡക്റ്റിലിറ്റി. മോസ്റ്റ് ഡക്റ്റൈൽ മെറ്റൽ എന്ന് പറയുന്നത് ഗോൾഡ് ആണ്. Because 1 gram gold can be drawn into 2 kilometer length. 1 gram ഗോൾഡിനെ നമുക്ക് 2 കിലോമീറ്റർ ലെങ്ത് ഡ്രോൺ ചെയ്യാൻ സാധിക്കും എന്നുള്ളത് കൊണ്ടാണ് ഗോൾഡ് ആണ് മോസ്റ്റ് ഡക്റ്റൈൽ മെറ്റൽ എന്ന് പറയുന്നത്. ദെൻ അവർ നെക്സ്റ്റ് പ്രോപ്പർട്ടി മീൻസ് മെറ്റൽസ് ആർ ഗുഡ് കണ്ടക്ടേഴ്സ് ഓഫ് ഹീറ്റ് ആൻഡ് ഇലക്ട്രിസിറ്റി. മെറ്റൽസ് എന്ന് പറയുന്നത് എന്താണ്? നല്ല കണ്ടക്ടേഴ്സ് ആണ്. ഹീറ്റിന്റെയും ഇലക്ട്രിസിറ്റിയുടെയും നല്ല കണ്ടക്ടേഴ്സ് ആണ് മെറ്റൽസ് എന്ന് പറയുന്നത്. ഗുഡ് കണ്ടക്ടേഴ്സ് എന്ന് പറയുന്നത് കോപ്പർ ഒരു എക്സാമ്പിൾ ആണ്. പുവർ കണ്ടക്ടേഴ്സിനകത്ത് ലെഡ്, മെർക്കുറി ഒക്കെ എന്ത് വരുന്നുണ്ട്? പുവർ കണ്ടക്ടേഴ്സ് ആയിട്ട് വരുന്നുണ്ട്. അപ്പൊ ഗുഡ് കണ്ടക്ടേഴ്സ് നമുക്ക് കോപ്പറും സിൽവറും പറയാം, പുവർ കണ്ടക്ടേഴ്സ് ലെഡും മെർക്കുറിയും പറയാം. സോ ദീസ് ആർ ദ ഫിസിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് ദാറ്റ് മെറ്റൽസ്. So firstly, they are generally hard. Second one, they can be beaten into thin sheets. That property is known as malleability. Then next one, metals are tactile, means metals can be drawn into wires. Then fourth one, metals are good conductors of heat and electricity. Then next one, if when two metals hit each other, they will make ringing sound. രണ്ട് മെറ്റൽസ് ഒക്കെ കൂട്ടി ഇടിച്ചാൽ നമുക്ക് എന്ത് ഒരു റിംഗിങ് സൗണ്ട് ഒക്കെ കേൾക്കാൻ സാധിക്കും. ദീസ് ആർ ദ ഫിസിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് മെറ്റൽസ്. ഇതാണ് മെറ്റൽസിന്റെ ഫിസിക്കൽ പ്രോപ്പർട്ടീസ് എന്ന് പറഞ്ഞ് നമുക്ക് തന്നിരിക്കുന്നത്. നോൺ മെറ്റൽസ് ആയിട്ട് ഈ പ്രോപ്പർട്ടി ഒന്നും എന്ത് കാണിക്കാൻ ചാൻസ് ഇല്ല, നോൺ മെറ്റൽസ് കാണിക്കാൻ പറ്റില്ല. അപ്പൊ ഇതിന്റെ എല്ലാം മുമ്പിൽ നോൺ ഡക്റ്റൈൽ, നോൺ മാല്യബിൾ, നോൺ സൊണോറസ് എന്നൊക്കെ ചേർത്ത് 6 പ്രോപ്പർട്ടി ആയി. നോൺ മെറ്റൽസിന്റെ പ്രോപ്പർട്ടി ആയിട്ടുണ്ട്. ബട്ട് they are saying that these physical properties are not enough to classify these metals and non-metals. Otherwise, these physical properties are not enough to classify elements into metals and non-metals. Physical propertyയുടെ ബേസിൽ നമുക്ക് ഒരിക്കലും എലമെന്റ്സിനെ മെറ്റൽ എന്നും നോൺ മെറ്റൽ എന്നും പറയാൻ സാധിക്കത്തില്ല. That's why we move the portion chemical properties. അപ്പൊ എന്തുകൊണ്ടാണ് they are saying these physical properties are not enough to classify these തിങ്സ് ഇൻറ്റു മെറ്റൽസ് ആൻഡ് നോൺ മെറ്റൽസ്? എന്തുകൊണ്ടാണ് ഇവരെ നമുക്ക് ഫിസിക്കൽ പ്രോപ്പർട്ടിയുടെ മാത്രം ബേസിൽ മെറ്റൽ നിന്ന് നോൺ മെറ്റൽ എന്ന് പറയാൻ പറ്റാത്തത് എന്നുകൂടി എന്ത് ചെയ്യണം, അറിയേണ്ട ആവശ്യകത ഉണ്ട്. സോ ഫസ്റ്റ് വൺ, മെറ്റൽസ് ആർ ജനറലി ഹാർഡ്, ഇസ്ന്റ് ഇറ്റ്? മെറ്റൽസ് എന്ന് പറയുന്നത് ജനറലി എന്താണ്? ഹാർഡ് ആണ്. ബട്ട് there are 3 metals are there. They are soft. Okay, lithium, sodium and potassium are very soft metals. We can just cut them with knife. നമുക്ക് ഇരുമ്പ് ഉപയോഗിച്ചൊക്കെ നമ്മുടെ മലപ്പുറയൊക്കെ അരിയുന്നതിന്റെ കൂട്ട് ഈ മെറ്റൽസിനെ എന്ത് ചെയ്യാൻ പറ്റും? കട്ട് ചെയ്ത് മാറ്റാൻ സാധിക്കും. ദാറ്റ് മച്ച് സോഫ്റ്റ് മെറ്റൽസ്, സോഡിയം, പൊട്ടാസ്യം ആൻഡ് ലിഥിയം. സോ ഇത് മൂന്നും എന്തിന് എക്സാമ്പിൾ ആണ്? സോഫ്റ്റ് മെറ്റൽസ് ആണ്. അതുകൊണ്ടാണ് നമ്മൾ അവിടെ പറഞ്ഞത് മെറ്റൽസ് ആർ ജനറലി ഹാർഡ് എന്ന് പറയാൻ കാരണം. ദെൻ നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത്
Iodine is an example of non-metal. Iodine എന്ന് പറയുന്നത് എന്തിനൊരു എക്സാമ്പിൾ ആണ്? നോൺ മെറ്റലിന് എക്സാമ്പിൾ ആണ്. ബട്ട് ഇറ്റ് വിൽ ഷോ ദ ലസ്ട്രസ് നേച്ചർ. സോറി, മെറ്റൽസിന്റെ ആ ഒരു ഫിസിക്കൽ പ്രോപ്പർട്ടി പറയാൻ മറന്നുപോയൊരു പ്രോപ്പർട്ടിയാണ് ലസ്ട്രസ്. മീൻസ് മെറ്റൽസ് എന്ത് ചെയ്യും? ഒരു ഷൈനി അപ്പിയറൻസ്, അതിന്റെ പ്യുവർ സ്റ്റേറ്റിലാണെങ്കിൽ അവർക്ക് നല്ലൊരു തിളക്കം ഉണ്ടായിരിക്കും. ഹിയർ അയോഡിൻ ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് നോൺ മെറ്റൽ ബട്ട് വിൽ ഷോ ദ പ്രോപ്പർട്ടി ഓഫ് ദാറ്റ് ലസ്ട്രസ്. അപ്പം മെറ്റൽ കാണിക്കുന്ന ലസ്ട്രസ് പ്രോപ്പർട്ടി ആര് കാണിക്കുന്നുണ്ട്? അയോഡിൻ എന്നൊരു നോൺ മെറ്റൽ കാണിക്കുന്നത് കൊണ്ട് അവിടെയും ഒരു എക്സെപ്ഷൻ ആയി. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് കാർബൺ ഈസ് അനദർ എക്സാമ്പിൾ ഓഫ് നോൺ മെറ്റൽ ആൻഡ് ഇറ്റ് വിൽ ഫോം ഡിഫറെന്റ് ഫോംസ്. ഓക്കെ, ഈ കാർബണ് പല പല ഫോംസിനെ ഫോം ചെയ്യിക്കാനുള്ള ഒരു എബിലിറ്റി ഉണ്ട്. ദാറ്റ് പ്രോപ്പർട്ടി ഈസ് നോൺ ആസ് അലോട്രോപ്പിസം. അങ്ങനെ പല ഫോംസ് ക്രിയേറ്റ് ചെയ്യുന്ന കാർബണിന്റെ ആ ഒരു പ്രോപ്പർട്ടിയെ പറയുന്ന പേരാണ് അലോട്രോപ്പിസം. ആ ഫോംസിനെ പറയുന്ന പേരാണ് അലോട്രോപ്സ്. ഓക്കെ, ദ ഫസ്റ്റ് അലോട്രോപ്പ് ഓഫ് കാർബൺ ഈസ് ഡയമണ്ട്. ഓക്കെ, നാച്ചുറലി എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള വളരെ ഹാർഡസ്റ്റ് തിങ് ആണ് എന്തെന്ന് പറയുന്നത് ഡയമണ്ട് എന്ന് പറയുന്നത്. ബട്ട് വി ജസ്റ്റ് നോ ദാറ്റ് നോൺ മെറ്റൽസ് ആർ നോട്ട് ദാറ്റ് മച്ച് ഹാർഡ്. നോൺ മെറ്റൽസ് അത്ര ഹാർഡ് ഒന്നും അല്ല. പക്ഷേ നോൺ മെറ്റൽ ആയ ഡയമണ്ടിന്റെ അലോട്രോപ്പ് എന്താണ്? വളരെ കാർബണിന്റെ അലോട്രോപ്പ് ആയ ഡയമണ്ട് വളരെ ഹാർഡാണ്. ദെൻ സെക്കൻഡ് അലോട്രോപ്പ് ഓഫ് കാർബൺ എന്ന് പറയുന്നത് ഗ്രാഫൈറ്റ്. സോ ഗ്രാഫൈറ്റ് ഈസ് എ ഗുഡ് കണ്ടക്ടർ ഓഫ് ഇലക്ട്രിസിറ്റി. ഗ്രാഫൈറ്റ് നോൺ മെറ്റൽ ആണ്, അപ്പോൾ പുവർ കണ്ടക്ടർ എന്ന് വരേണ്ട കേസിൽ ഗ്രാഫൈറ്റ് എന്ന് പറയുന്നത് ഗുഡ് കണ്ടക്ടർ ഓഫ് ഇലക്ട്രിസിറ്റി എന്നാണ് പറയുന്നത്. ദെൻ നെക്സ്റ്റ് എന്ന് പറയുന്നത്, അപ്പൊ നമ്മൾ എന്തൊക്കെ പറഞ്ഞു? സോഫ്റ്റ് പറഞ്ഞു. നെക്സ്റ്റ് വരുന്നതെന്ന് വെച്ചാൽ നമ്മൾ മെറ്റൽസ് ഹാർഡ് ആണല്ലോ, അതുപോലെ അവരെല്ലാം സോളിഡ് സ്റ്റേറ്റിലുമാണെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ മെർക്കുറി ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് ലിക്വിഡ് മെറ്റൽ അറ്റ് റൂം ടെമ്പറേച്ചർ. അപ്പം മെർക്കുറി എന്ന് പറയുന്നത് എന്താണ്? ഒരു ലിക്വിഡ് മെറ്റൽ ആണ്. റൂം ടെമ്പറേച്ചർ ലിക്വിഡ് സ്റ്റേറ്റിൽ എക്സിസ്റ്റ് ചെയ്യുന്ന ഒരു മെറ്റലാണ് മെർക്കുറി എന്ന് പറയുന്നത്. അതുപോലെ ഗാലിയം, സീസിയം എന്ന് പറഞ്ഞ രണ്ട് മെറ്റൽസ് ഉണ്ട്. അവരെന്താണ്? വളരെ നമ്മൾ കയ്യിലൊക്കെ എടുത്തു വെച്ചാൽ അങ്ങ് മെൽറ്റ് ആയി പോകുന്ന മെറ്റൽസ് ആണ് ഗാലിയം, സീസിയം. ഇപ്പൊ ലോ മെൽറ്റിംഗ് പോയിന്റ് ആണ്. പക്ഷേ മെറ്റൽസ് എന്താണ്? ജനറലി ഹൈ മെൽറ്റിംഗ് പോയിന്റ് ആൻഡ് ബോയിലിംഗ് പോയിന്റ് ആണ്. ബട്ട് ദീസ് ടു മെറ്റൽസ് ഹാവ് വെരി ലോ boiling and melting point. Then next one, generally non-metals exist in സോളിഡ് അതർവൈസ് ഗേഷ്യസ് സ്റ്റേറ്റ്. നോൺ മെറ്റൽസ് സോളിഡ് ആയിട്ടോ അല്ലെങ്കിൽ ഗേഷ്യസ് സ്റ്റേറ്റിലോ കാണപ്പെടുന്നത്. പക്ഷെ അവിടെയും ഉണ്ടൊരു ലിക്വിഡ് നോൺ മെറ്റൽ എന്ന് പറയുന്നത് ബ്രോമിൻ. ബ്രോമിൻ എന്ന് പറയുന്നത് എന്താണ്? ഒരു ലിക്വിഡ് നോൺ മെറ്റലിന് എക്സാമ്പിൾ ആണ്. സോ നമ്മൾ ഈ പറഞ്ഞ ഫിസിക്കൽ പ്രോപ്പർട്ടീസിൽ നിന്നെല്ലാം വ്യത്യസ്തമാണ് എന്ത്? ഈ എക്സെപ്ഷണൽ കേസസ് എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ദേ ആർ സേയിങ് ദീസ് ഫിസിക്കൽ പ്രോപ്പർട്ടീസ് ആർ നോട്ട് ഇനഫ് ടു ക്ലാസിഫൈ ദീസ് തിങ്സ് ഇൻ ടു മെറ്റൽസ് ആൻഡ് നോൺ മെറ്റൽസ്. അപ്പം എക്സെപ്ഷണൽ കേസസ് കൃത്യമായിട്ട് പഠിച്ചു വെക്കുക. ഫസ്റ്റ് പറയുന്നത് മെർക്കുറി ലിക്വിഡ് സ്റ്റേറ്റ് ആണ്. ജനറലി മെറ്റൽസ് ആർ സോളിഡ് ആൻഡ് സോളിഡ് സ്റ്റേറ്റ് എന്ന് പറഞ്ഞിട്ട് മെർക്കുറി എക്സിസ്റ്റ് ഇൻ ലിക്വിഡ് സ്റ്റേറ്റ്. ദെൻ നെക്സ്റ്റ് വൺ, cesium and gallium have that much low melting point, that why they are just melt. Even if we kept in our palm, they will just simply melt. Then next one എന്ന് പറയുന്നത് iodine is an example of non-metal, will show the lustrous nature. iodine എന്ന് പറയുന്ന ഒരു നോൺ മെറ്റൽ ആയിട്ട് lustrous nature കാണിക്കുന്നുണ്ട്. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് carbon is an example of non-metal and the form allotrope of carbon is diamond. Naturally existing that much harder substance is diamond. Then next one, another allotrope of carbon is graphite, is a good conductor of electricity. Next, bromine is an example of non-metal, exists in liquid state. And soft metals, sodium, potassium, lithium are examples of soft metals and they can be cut with knife. These are the exceptional cases. That's why these physical properties are not enough to classify these things into metals and non-metals. Then one more portion is there. They are related to the nature, means acidic otherwise basic nature of this metal and non-metallic oxides. അപ്പോൾ മെറ്റാലിക് ഓക്സൈഡ്സിന് എന്ത് നേച്ചർ ആണ് നമ്മൾ പഠിച്ചു? ബേസിക് നേച്ചർ ആണെന്നും. അപ്പൊ നോൺ മെറ്റാലിക് ഓക്സൈഡ്സിന് എന്ത് നേച്ചർ ആയിരിക്കണം? അസിഡിക് നേച്ചർ ആണ്. അപ്പൊ നിങ്ങൾക്ക് അവിടെ രണ്ട് എക്സാമ്പിൾസ് തന്നിട്ടുണ്ട്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് മഗ്നീഷ്യം ഓക്സൈഡിന്റെ ഒരു ബേണിംഗ് ആണ് കേട്ടോ. മഗ്നീഷ്യം റിയാക്ട്സ് വിത്ത് ഓക്സിജൻ will form magnesium oxide. മഗ്നീഷ്യം ഓക്സിജനുമായിട്ട് റിയാക്ട് ചെയ്താൽ എന്ത് ഫോം ചെയ്യണം? മഗ്നീഷ്യം ഓക്സൈഡ് ഫോം ചെയ്യണം. ഈ മഗ്നീഷ്യം ഓക്സൈഡ് നമുക്ക് നെക്സ്റ്റ് വാട്ടർ ഡിസോൾവ് ചെയ്യുകയാണെങ്കിൽ മഗ്നീഷ്യം ഓക്സൈഡ് പ്ലസ് വാട്ടർ ഇറ്റ് വിൽ ഗീവ് മഗ്നീഷ്യം ഹൈഡ്രോക്സൈഡ്. അത് എന്തായിട്ട് മാറും? മഗ്നീഷ്യം ഹൈഡ്രോക്സൈഡ് ആയിട്ട് മാറും. അപ്പം ഈ ഹൈഡ്രോക്സൈഡ് ഫാമിലിയുടെ പ്രസൻസ് വന്നാൽ തന്നെ നമുക്ക് പറയാം മെറ്റൽ ഓക്സൈഡ്സിന് എന്ത് നേച്ചർ ആണെന്ന്, ബേസിക് നേച്ചർ ആണെന്ന് പറയാൻ സാധിക്കും. അപ്പൊ നമുക്ക് കൺഫേം ചെയ്യാൻ വേണ്ടിയിട്ട് ലിറ്റ്മസ് പേപ്പർ ഡിപ്പ് ചെയ്യുകയാണെങ്കിൽ റെഡ് ലിറ്റ്മസ് പേപ്പർ ഡിപ്പ് എന്തിലോട്ട് ടേൺ ചെയ്തിരിക്കണം? ബ്ലൂയിലോട്ട് ടേൺ ചെയ്തിരിക്കും. സോ വി ക്യാൻ കൺഫേം മെറ്റാലിക് ഓക്സൈഡ്സ് ആർ ബേസിക് ഇൻ നേച്ചർ. ദെൻ നെക്സ്റ്റ് നിങ്ങൾക്ക് പറയുന്നത് sulfur is an example of non-metal. Next we need to burn that sulfur in oxygen, then we will get sulfur dioxide. ഈ sulfur dioxide നമുക്ക് എന്ത് ചെയ്യണം? കളക്ട് ചെയ്തിട്ട് വാട്ടറിൽ ഡിസോൾവ് ചെയ്യണം. That time we will get sulfurous acid. H2SO3 is the formula of sulfurous acid. അപ്പം sulfurous acid എന്ന് പറയുമ്പോൾ തന്നെ പറയാം എന്ത് നേച്ചറാ? അസിഡിക് നേച്ചർ.
അപ്പൊ നമുക്ക് അതും എന്ത് കഴിയാം, കൺഫേം ചെയ്യാം. ലിറ്റ്മസ് പേപ്പർ ഉപയോഗിച്ചിട്ട് കൺഫേം ചെയ്യാം. ഡിപ്പ് ചെയ്ത് നോക്കുക, കളർ ചേഞ്ച് അനുസരിച്ച് മീൻസ് ബ്ലൂ റെഡിലോട്ട് കൺവേർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ കൺഫേം ചെയ്ത് തന്നെ പറയാം നോൺ മെറ്റാലിക് ഓക്സൈഡ്സ് ആർ അസിഡിക് ഇൻ നേച്ചർ, അതർവൈസ് metallic oxides are basic in nature. These are the portions given before that chemical properties. അപ്പം കെമിക്കൽ പ്രോപ്പർട്ടീസ് പഠിക്കുന്നതിന് മുമ്പ് ഇതൊന്ന് പഠിച്ചു വെക്കുക. അത്യാവശ്യം നമ്മുടെ മുന്നോട്ടുള്ള പോർഷൻസിന് വളരെ സഹായമായിരിക്കും. ഞാൻ പറഞ്ഞ പോർഷൻ നിങ്ങൾക്ക് ക്ലിയർ ആവുന്നു എന്നുണ്ടെങ്കിൽ നിങ്ങൾ സപ്പോർട്ട് ചെയ്യാൻ, ലൈക്ക് ചെയ്യുക. നമുക്ക് അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. താങ്ക് യു. ഹാവ് എ നൈസ് ഡേ.